നമസ്കാരം. തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. മംഗളൂരു രാമേശ്വരം വീക്ക്ലി എക്സ്പ്രസിനാണ് വന്നത്. ആ ട്രെയിൻ ഇന്ന് തന്നെ തിരിച്ച് മംഗളൂരുവിലേക്ക് പോകുന്നുണ്ട്. അതിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്നതും. രാമേശ്വരത്ത് ഞങ്ങൾ എത്തി, വേറെ എവിടെയും പോയില്ല. ഈ ട്രെയിൻ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഈ ട്രെയിൻ രാമേശ്വരത്ത് നിന്ന് പുറപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 3:30 ഇപ്പോൾ 1:35. 1:30 ഇവിടുന്ന് രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് എടുത്ത് പോയതേ ഉള്ളൂ. പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഈ ഒരു തൂണിനൊക്കെ ഒരു പ്രത്യേക ഡിസൈനാണ്. ഇതാ ഓരോ തൂണിൻ്റെ ഭാഗങ്ങളും കാണാം. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗങ്ങൾ അങ്ങത്തെ അപ്പട്ട വരെയുണ്ട്. നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ ഇനിയും ഒരുപാട് നേരം ഉണ്ട് സമയം. എന്തായാലും ഈ ഒരു ചുട്ടു പൊള്ളുന്ന വെയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ്റെ അകത്ത് കയറാം. ഇത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് പുറത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ എന്തൊരു അസ്വസ്ഥത അല്ലേ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ണട വെച്ചിട്ടാണ് നമ്മൾ വന്നത്. അതാണ് മനുവാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാൻ അത് മറന്നും പോയി. ഞാനാണെങ്കിലുണ്ടല്ലോ എല്ലാ സമയത്തും ബാഗിലേക്ക് ഗ്ലാസ് എടുത്ത് വെക്കാറുണ്ട്. ഇത്തവണ മറന്നുപോയി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇതിലൂടെയാണ് ഇനിയിപ്പോൾ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുന്നത്. തൂണുകളുടെ അടുത്തെത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ ഒരു മയിലിൻ്റെ ഒരു ചെറിയൊരു ചിത്രമൊക്കെ ആക്കി വെച്ചത് കണ്ടോ? നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ ഇതാ നമുക്കിന്ന് പോകാനുള്ള വണ്ടീൻ്റെ പ്ലാറ്റ്ഫോമും നമ്പറൊക്കെ വ്യക്തമായി കൊടുത്തിരിക്കുന്നതാണ്. 166-21 പ്ലാറ്റ്ഫോം നമ്പർ 3 ഇന്ന് പുറപ്പെടുക. പിന്നെ ഇവിടെ ഇപ്പം നിലവിലുള്ള കുറച്ച് സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 3 വന്ന് ഇവിടെ ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ മംഗളൂരിൽ നിന്ന് രാമേശ്വരത്തേക്ക് വന്ന അതേ ലോക്കോമോട്ടീവ് തന്നെയാണ് ഇന്ന് തിരിച്ചും മംഗളൂരിലേക്ക് പോകുന്നത്. ഈ റോഡിൻ്റെ WP4. പിന്നെ ട്രെയിനിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ തന്നെ വലിയൊരു നെയിം ബോർഡ് കാണാം. ഇതിൽ മലയാളം ഒഴികെ ബാക്കി എല്ലാ ഭാഷകളും ഉണ്ട്. ട്രെയിൻ നമ്പർ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിനൊരു ലേഡീസ് കോച്ച് ഉണ്ട്. അതാണിത്. 2026 മേഡ് കോച്ച് തന്നെയാണിത്. 4 അൺറിസേർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 6 സ്ലീപ്പർ ക്ലാസ്, 6 തേർഡ് AC, 2 സെക്കൻഡ് AC. അങ്ങനെയാണ്. ഞങ്ങളിന്ന് മംഗളൂരു വരെ യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S3 ആണ്. അത് ഈ ഒരു മുൻഭാഗത്ത് തന്നെയാണ്. ഈ മുൻഭാഗത്തെ അൺറിസേർവ്ഡിലൊന്നും ആരുമില്ല. എല്ലാവരും ആ പുറകിൽ തന്നെയാണ് കയറിയത്. ഈ ട്രെയിനിൻ്റെ സ്ലീപ്പർ കോച്ചുകൾ മുഴുവനും 2026 നിർമ്മിച്ചതാണ്. എല്ലാം ബ്രാൻഡ് ന്യൂ LHP കോച്ചുകൾ തന്നെയാണ്. അതെ, ഈ കോച്ചിലാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. ഇവിടുത്തെ ഒരു സൈഡ് ഓപ്പണായോ? ഇല്ല. അപ്പോൾ അതുവഴി കയറാം. ഇത് ലോക്കാണ്. വണ്ടി മുഴുവനും തുറന്നു. അത് ഓരോരോ ഭാഗത്തെ ഡോറുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇത് 2026 എന്നൊക്കെ എഴുതി കാണാം. ഇതിൽ ഞങ്ങളുടെ ബെർത്ത് ഇതാ ഇവിടെയാണ്. 59 ഒരു അപ്പർ ബെർത്ത്, 62 മറ്റൊരു അപ്പർ ബെർത്ത്. ബെർത്തുള്ള ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ചെറിയൊരു മിറർ ഉണ്ട്. ചാർജിങ് പോയിന്റുകളൊക്കെ 2 ഭാഗത്തായിട്ടും കാണാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ 2 ബെർത്താണെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരുപാട് തവണ ട്രെയിനിൽ യാത്ര പോയിട്ടുണ്ട്. സെയിം കോച്ച് തന്നെ ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെയിം ബെർത്ത് തന്നെ ഒരേ യാത്രയിൽ കിട്ടുക അപൂർവ ആദ്യമായിട്ടാണ്. കാരണം മംഗളൂരിൽ നിന്ന് രാമേശ്വരത്തേക്ക് ഞങ്ങൾ വന്നത് ഈ 2 ബെർത്തിലാണ്. ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നതും ഇതേ ബെർത്തിൽ തന്നെയാണ്. രാമേശ്വരത്ത് നിന്ന് മംഗളൂരു വരെ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 425 രൂപയാണ്. ചാർട്ട് പ്രിപ്പയർഡ് ആയതിനു ശേഷം സ്ലീപ്പർ ക്ലാസ്സിലും തേർഡ് AC-യിലും സെക്കൻഡ് AC-യിലൊക്കെ ഒരുപാട് ബെർത്തുകളാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. തേർഡ് AC തന്നെ 250 കൂടുതൽ ബെർത്തുകളാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഈ ഒരു സമയത്തെ കാര്യമാണ്. അത് സ്ക്രീൻഷോട്ടൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് സ്ലീപ്പറിലൊക്കെ 100ന്റെ അടുത്താണ് ഇപ്പോഴും വേക്കൻറ്റ്. അതുകൊണ്ട് നന്നെ തിരക്ക് കുറവാന്ന് പറയാം. ഇനി അപ്കമിങ് വരുന്ന ആഴ്ചകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ തിരക്ക് വന്നേക്കാം. കാരണം ഇത് പലർക്കും അറിയില്ല ഈ ഒരു ട്രെയിൻ ഓടി തുടങ്ങിയ കാര്യം കൂടി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായി. അതായത് ഇതിപ്പോൾ ഈ ഒരു ഇതിൽ നമ്മളിങ്ങോട്ട് വന്നല്ലോ, ഒരുപാട് മലയാളീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വന്നവർക്ക് തിരിച്ച് ഇതേ വണ്ടി പോകാൻ പറ്റൂല. കാരണം രാവിലെ 10:30 എത്തിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് 3:30 എന്ത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. കാരണം ഇന്നൊന്നാകനെ ഞായറാഴ്ച കൂടിയാണ്.
നമ്മുടെ ക്ഷേത്രത്തിൽ നല്ല തിരക്കായിരിക്കും, പോയിട്ട് വരുന്നിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ധനുഷ്കോടി 24 കിലോമീറ്റർ അരിച്ച മുനിയെ കണ്ട് തിരിച്ചു വരാൻ പറ്റുമോ? ഒരിക്കലും അത് പോസിബിൾ അല്ല. യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഈ ട്രെയിനിന്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു വൈകിട്ട് ഒരു 7 മണി നല്ലൊരു ടൈമാണ്. നല്ല സമയമാണ്. 7 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന രീതിയിലാവുകയാണെങ്കിലും രാവിലെ ആകുമ്പോൾ അവിടെ എത്തിക്കോളും, അത് കുഴപ്പമില്ല. അതായത് രാവിലെ 10:30 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ ഒരു റൂം എടുത്തിട്ട് അമ്പലത്തിലും പോയി നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ആ വീടും മെമ്മോറിയലൊക്കെ കണ്ട് ശേഷം ധനുഷ്കോടിയും പോയിട്ട് തിരിച്ച് എനിക്കൊന്ന് ഒരു 6 മണി 5:30 ആകുമ്പോൾ തന്നെ തിരിച്ചെത്താം. സുഖമായിട്ട് തിരിച്ചു പോവാം. ആ ടൈമിങ് ഓക്കെയാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ അമൃത പോലെ എന്താ പറയാ, ഒരു എക്സ്ട്രാ റേക്ക് കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ടി വരും. ഇല്ലെങ്കിൽ ഇപ്പൊ നാളെ വീണ്ടും അമൃതയിൽ തിരിച്ചു പോകേണ്ട അവസ്ഥയാവും. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഒന്ന് കാരക്കുടി പുതുക്കോട്ട വഴി തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകുന്ന പാസഞ്ചർ 2:50 ഇത് ഇവിടുന്ന് പുറപ്പെടുന്നത്. നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത WDP 4D. രാമേശ്വരത്ത് നിന്ന് കറക്റ്റ് 3:30 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തു. ഇത് രാമേശ്വരം തിരുപ്പതി എക്സ്പ്രസ് ആണ്. 4:55 ഇത് ഇവിടുന്ന് പുറപ്പെടുക. നമ്മുടെ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് രാമനാഥപുരം. ഈ കാണുന്ന ട്രെയിനില്ലേ, ഇത് പാമ്പൻ എക്സ്പ്രസ് ആണ്, ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടി. 4 മണിക്കാണ് ഇവിടുന്ന് ഇത് പുറപ്പെടുക. അതിൻ്റെ ഷണ്ടിങ് ആണ്. നല്ലൊരു ലിവറി അല്ലേ ഇതിൻ്റെ, ഈ ഒരു ലോക്കോമോട്ടീവിൻ്റെ WDP 4D. നമ്മുടെ ആ ഒരു ദേശീയ പതാകേൻ്റെ ആ ഒരു തീമിൽ തന്നെ ആക്കിയെടുത്തല്ലോ. നല്ല രസമായി കാണാൻ. ഒപ്പത്തിനൊപ്പം വരുന്നുണ്ടത്. നമ്മൾ വന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയെ കൊണ്ടുപോവുക. ഇനിയാണ് ഈ റൂട്ടിലെ മനോഹരമായൊരു കാഴ്ച കാണാനുള്ളത്. അതെ, പാമ്പൻ പാലം ഇനിയാണ് ക്രോസ് ചെയ്യുക. രാമേശ്വരം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ട്രെയിനിൻ്റെ ഇടത് ഭാഗത്താണ് ഇരിക്കേണ്ടത്. ഇനി രാമേശ്വരത്തേക്ക് പോവുകയാണെങ്കിൽ ട്രെയിനിൻ്റെ വലത് ഭാഗത്തുമാണ് ഇരിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് 2 പാലങ്ങൾ കൂടെ കാണാനായി സാധിക്കുക. അങ്ങനെ ഇതാ രാമേശ്വരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് പാമ്പൻ പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മുതലാണ് പാലം ആരംഭിക്കുന്നത്. പാമ്പൻ ബ്രിഡ്ജ്. അവിടെ നിന്നൊക്കെ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ച. എത്ര പേരാണ് കാണുന്നത് നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണിത്. കപ്പലുകൾ വരുമ്പോൾ ഇത് ഉയർത്താനുള്ള സൗകര്യമുണ്ട്. പഴയ പാലം അവിടെയാണ്. പഴയ പാലം 2025 ഈ പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയായത്. ഏറ്റവും പഴയ പാലം ദാ ഇവിടെയാണ്. ഇവിടെ ഓരോരോ കുറ്റികൾ കാണുന്നില്ലേ, ഇത് ഈ പാലത്തിന് മുന്നേ ഉണ്ടായിരുന്ന പാലം. അങ്ങ് അവിടെ ഒരുപാട് ബോട്ടുകളെ കാണാം.
ശരിക്കും പഴയ പാലമില്ലേ, ദേ ഈ കാണുന്നത്, അതാണ് കുറച്ചുകൂടെ താഴിലൂടെ പോകുന്നത്. ഇത് കുറച്ച് ഹൈറ്റിലാണ് ഈ പാലം. ശരിക്കും പേടിയാവുക ആ പാലം വഴി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെയാണ്. ഇത് ഒരുപാട് ഹൈറ്റിൽ തന്നെയാണ് ഇപ്പം നിലവിലുള്ള പാലം. ഇവിടെ ഈ പാലം ഈ ഭാഗത്ത് കഴിഞ്ഞല്ലോ, ഇതിന്റെ നേരെ ഈ ഭാഗത്ത് നോക്കിയേ കടൽ. ശരിക്കും ഇവിടെ നിന്നാണ് ഇതിന്റെ ഒരു പ്യൂർ വ്യൂ കിട്ടുക. ട്രെയിൻ കടൽ വഴിയാണോ പോകുന്നതെന്ന് നമുക്കിതാ ഇവിടെ വന്നാലാണ് മനസ്സിലാവുക. കടലിൻ്റെ ഇത്ര അടുത്തൂടെ തന്നെയാണ് ട്രെയിൻ പോകുന്നത്. അവിടെ ഒരു ചെറിയ തോണിയൊക്കെ ഉണ്ട്. ഇപ്പം ഈ സമയത്ത് അതിലൂടെ വലിയ ബോട്ടൊന്നും പോകുന്നത് കാണുന്നില്ല കേട്ടോ. അന്ന് വന്ന സമയത്ത് ഒരുപാട് ബോട്ടുകളൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. ട്രെയിൻ ഇപ്പോൾ മണ്ഡപം സ്റ്റേഷനിലെത്തി. ഇത് സിംഗിൾ ലൈൻ ആണേ. ഒരു വണ്ടി വരുന്നത് കാണാം. മധുരൈ ജംഗ്ഷൻ രാമേശ്വരം പാസഞ്ചർ. ഇനിയിപ്പോൾ ഇത് വന്നല്ലോ, ഇനി ഇതിനുള്ള സിഗ്നൽ കിട്ടും. ഇത് സിംഗിൾ ലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ക്രോസിങ്ങുകൾ കാണാനായി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ പാമ്പൻ പാലം കഴിഞ്ഞ വർഷമാണല്ലോ ഓപ്പൺ ആയത്. അതുവരെ, അതായത് അതിന്റെ പണികളൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് രാമേശ്വരത്തേക്ക് ട്രെയിനുകളൊന്നും തന്നെ പോകില്ല. അത് ഇവിടം വരെ മാത്രമേ ട്രെയിനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വണ്ടികൾ രാമനാഥപുരത്തെ വരെ ഉണ്ടായി. 4:30 ട്രെയിൻ ഇപ്പോൾ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. രാമനാഥപുരത്ത് വന്നാലാണ് ഏർവാടിയിലേക്ക് പോകാൻ പറ്റുക. ഇവിടെ നിന്ന് 29 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഏർവാടിയിലേക്ക് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് മലയാളികളൊക്കെ എന്തായാലും ഈ ട്രെയിനിൽ കയറാനുണ്ടാവും. ഞങ്ങൾ മംഗളൂരിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുമ്പോൾ ഒരുപാട് മലയാളികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഇനിയിപ്പോൾ പോകാൻ പറ്റിയ നല്ലൊരു വണ്ടി കൂടിയാണല്ലോ ഇത്. 4:58 ട്രെയിൻ ഇതാ പരമക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് അൺറിസർവ്ഡിലൊക്കെ കയറാൻ ആൾക്കാരുണ്ട്. കാരണം മധുര വരെ സുഖമായിട്ട് പോകാമല്ലോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 5:22 ട്രെയിൻ ഇപ്പോൾ മാനാമധുരൈ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പം നമ്മൾ വന്ന രാമനാഥപുരം ലൈൻ, മറ്റൊന്നുള്ളത് നേരെ മധുരയിലേക്ക്, പിന്നൊന്നുള്ളത് നേരെ കാരക്കുടി, പിന്നൊന്നുള്ളത് നേരെ ബിരുദനഗർ. ഇവിടെ 5 മിനിറ്റാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ എവിടെയെങ്കിലും ചായ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ചായ വാങ്ങി കുടിക്കാം. ശരിക്കും പറഞ്ഞാൽ ചൂടത്ത് തണുത്തതാണ് കഴിക്കേണ്ടത്. പക്ഷെ തണുത്തത് കഴിച്ചാൽ തൊണ്ടവേദന വരുമല്ലേ? തൊണ്ടവേദന വരും. നേരത്തെ ഉണ്ടല്ലോ ഇൻട്രോ എടുത്തിട്ട് രാമേശ്വരം സ്റ്റേഷനകത്ത് കയറിയ സമയത്ത് അവിടെ ഒരു ഐസ്ക്രീം കട ഉണ്ടായിരുന്നു. ഒരു ഐസ്ക്രീം വാങ്ങിയാലൊക്കെ തോന്നി, പക്ഷെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല 8ന്റെ പണി കിട്ടും. മാത്രല്ല ഈ യാത്ര പോയി കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു യാത്രയില്ലേ, അത് ഓൾറെഡി ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ യാത്രക്കിടയിലും നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണമല്ലോ. മെയിൻ വെച്ചാല് ഒരു പനി വന്നാൽ തീർന്നു. പിന്നെ വെച്ചാല് എന്താ പറയാ, യാത്ര മൊത്തം എന്താ പറയാ മുടങ്ങിപ്പോകും. ഇവിടുന്ന് എന്നാ പിന്നെ 2 ടീ വാങ്ങിക്കാം അല്ലേ? ഞങ്ങൾ ഇവിടുന്ന് 3 സമൂസയും 2 ചായയുമാണ് വാങ്ങിച്ചത്. ട്രെയിൻ ഇപ്പോൾ മധുരയിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്ന് ഇതിലൂടെ ഒരു ലൈൻ പോകുന്നത് കാണുന്നില്ലേ? ഇതാണ് നേരെ തിരുനെൽവേലി ഭാഗത്തേക്ക്. അവിടുന്ന് ഈ ലൈൻ തേനി, ആ ട്രെയിൻ പോകുന്നതാണ് തിരുനെൽവേലി. രണ്ടും ഒരേപോലെ തന്നെയാണ്.
സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 1-ലേക്കാണെന്ന് തോന്നുന്നു വണ്ടി പോകുന്നത്. 6:05 ട്രെയിൻ ഇതാ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ട്രെയിൻ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറും. ഇവിടെ നിലവിലിപ്പോൾ സ്റ്റേഷൻ്റെ നവീകരണം നടക്കുകയാണ്. ഇത് ബഗ്ഗുകളൊക്കെ കാണാം. മധുരൈ ജംഗ്ഷനിൽ ഇപ്പോൾ ട്രെയിൻ നിർത്തുന്നതിന് മുന്നേ സ്ലീപ്പർ ക്ലാസിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഒരുപാട് ബെർത്തുകൾ ഇപ്പോഴും വേക്കൻ്റായി കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കയറുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ 6:10 6:15 വണ്ടി എടുക്കേണ്ടത്. അതായത് 5 മിനിറ്റാണ് ഇവിടെ നിലവിൽ സ്റ്റോപ്പ്. വണ്ടി നേരത്തെ എത്തിയല്ലോ. ഇത് ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കൊക്കെയാണിത്. ആ ഒരു കോച്ചിലേക്ക് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. അതായത് S1-ൽ നമ്മുടെ ഇതിലേക്കും കയറുന്നൊക്കെ കാണാം. എന്നാലും നമ്മുടെ കോച്ചിൽ തിരക്ക് കുറവാണെന്ന് തന്നെ പറയാം. മധുരയിൽ വന്നിട്ട് മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് ഇനി പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ തന്നെയാണിത്. ഈ മധുര കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിൻ്റെ തിരക്കേറിയ സ്റ്റേഷൻ വരുന്നത് പഴനിയാണ്. അവിടെ രാത്രിക്കാണ് എത്തുക. അവിടെ നിന്ന് എന്തായാലും നല്ലൊരു തിരക്കുണ്ടാവും. ഇപ്പോൾ 6:45 ഇരുട്ട് വന്നു തുടങ്ങിയാണ്. ഇവിടെ നോക്കിയേ, വലിയ വലിയ മലനിരകളാണ്. ട്രെയിൻ ഇപ്പോൾ കൊടൈക്കനാൽ റോഡ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത്. കുറച്ചുകൂടെ നേരത്തെയാണ് ഇതിലൂടെ പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാണാമായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാം. 7:13 ട്രെയിൻ ഇതാ ഡിണ്ടിഗൽ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. രാത്രിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എനിക്ക് ഇവിടുന്ന് കിട്ടുമോ നോക്കാം. ഇഡ്ഡലി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഏതാന്ന് വെച്ചാൽ നോക്കി വാങ്ങിക്കാം. ചപ്പാത്തി വാങ്ങിക്കാം അല്ലേ? ചപ്പാത്തി വാങ്ങിക്കാം. ഞങ്ങൾ ചപ്പാത്തിയല്ലേ വാങ്ങിച്ചത്, പൊറോട്ടയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തുറക്കുമ്പോൾ തന്നെ ഒരു ഗ്രേവി ഉണ്ട്. ഇതെന്തായാലും ഒരു വെജ് കുറുമയാകാനാണ് സാധ്യത. പിന്നെ വളരെ ചെറിയൊരു പൊറോട്ട കേട്ടോ. 3 എണ്ണമാണ് ഇതിൻ്റെ അകത്തുള്ളത്. നല്ല ചൂടുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട്. ബ്രോൻ്റെ പേര് പറഞ്ഞോ? പേര് കൃഷ്ണപ്രസാദ്. എവിടെ നാട്ടില്? കോഴിക്കോട് കൊയിലാണ്ടി. അപ്പൊ ഇന്നലെയും ഈ ബ്രോ ഞങ്ങളുടെ കൂടെ തന്നെ രാമേശ്വരം വരെ ഉണ്ടായിരുന്നു. ഇന്നലെ 3rd AC-ലായിരുന്നു ഉണ്ടായിരുന്നല്ലേ? എങ്ങനെയുണ്ട് യാത്രയൊക്കെ? ഈ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? പൊറോട്ട ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ. അത് വന്ന പിന്നെ ഇത് കഴിക്കാം. ആദ്യം ചപ്പാത്തി എന്താ പിന്നെ പെട്ടെന്ന് മാറ്റി മതി? അല്ല, ആദ്യം ചപ്പാത്തി വാങ്ങാന്ന് വിചാരിച്ചു. പിന്നെ പൊറോട്ട കണ്ടപ്പം അതിലേക്ക് മാറി. പൊറോട്ട വിട്ട് പിടിയില്ലല്ലോ. പിന്നെ കറി നമ്മൾ പ്രതീക്ഷിച്ച കറിയൊന്നും കിട്ടിയില്ല. പിന്നെ ഇതിൽ തന്നെ ഉണ്ടല്ലോ ഇതിന്റെ നിരക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. 7:59 ട്രെയിൻ ഇപ്പോൾ ഒഡ്ഡച്ചത്രം സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ഭാഗത്തേക്കൊന്നും ലേറ്റേ ഇല്ല. ഇനി അടുത്ത് തന്നെയാണ് പഴനി. 8:19 ട്രെയിൻ ഇതാ പഴനിയിലേക്ക് എത്തുകയാണ്. പഴനി റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. സ്ലീപ്പർ ക്ലാസ്സിലേക്കൊക്കെ കയറാൻ ആൾക്കാരുണ്ട്. കാരണം ഇവിടെ ഈ ട്രെയിൻ വരുന്നത് രാവിലെയാണ്. രാവിലെ ഈ ട്രെയിനിൽ ആ ഭാഗത്ത് നിന്ന് വന്നിറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് പോകാമല്ലോ സുഖമായിട്ട്. പഴനിയിൽ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇത് ആ ഒരു കോച്ചിലേക്കൊക്കെ ആൾക്കാരൊക്കെ കയറുന്നത് കാണാം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഈ ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങി തിരിച്ചിപ്പോൾ വൈകുന്നേരം തിരിച്ചു പോകാമല്ലോ സുഖമായിട്ടല്ലേ? അതൊരു നല്ല ഓപ്ഷൻ കൂടിയാണ്. പിന്നെ പഴനിയിലൊക്കെ നമ്മുടെ കേരളം എന്നൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങിയിട്ട് പോകുന്ന സമയത്ത് പറ്റിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിവിടെ മാത്രമല്ല, അടിവാരത്തായി ചെന്നാലും ഒരുപാട് അങ്ങനെ ആൾക്കാരുണ്ടാവും. ഞങ്ങളൊക്കെ ഫസ്റ്റ് തവണ പോകുന്ന പറ്റിച്ച് കയ്യെത്തുന്നതാണ്. പിന്നെ ഞങ്ങളൊക്കെ എന്താ പറയുക, അതായത് അമ്മയുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണുങ്ങളാണ് ഞങ്ങളെ പറ്റിച്ചത്. അത് ഞങ്ങൾ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. പഴനിന്നാണെങ്കിലും രാത്രിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കാം. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ തൈര് സാദം ഇതൊക്കെ വരുന്നത് കാണാം. ഇനി ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ പഴനിമല ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം. ഇതേ അങ്ങ് ദൂരെയായി കാണുന്നത് തന്നെയാണ് ക്ഷേത്രം.
രാത്രി കാണാൻ ഒരു പോകുന്ന വഴിയൊക്കെ കാണാനായി സാധിക്കുക. 8:51 ട്രെയിൻ ഇപ്പോൾ ഉദുമലൈപേട്ടെ സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഉദുമലൈപേട്ട കഴിഞ്ഞ ഉടൻ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഇനി പൊള്ളാച്ചിയാണ്. അത് കഴിഞ്ഞ് പാലക്കാട്. തമിഴ്നാട്ടിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ പൊള്ളാച്ചി ജംഗ്ഷൻ 9:19 ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. പൊള്ളാച്ചിയിൽ നിന്ന് അധികം ആൾക്കാരൊന്നും ഇല്ല കയറാൻ. പൊള്ളാച്ചിയിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു മെമു ട്രെയിൻ വന്നത് കാണുന്നില്ലേ? ഇത് ഈ രാമേശ്വരം മംഗളൂരു എക്സ്പ്രസിൻ്റെ കൂടെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞൊരു മെമു ട്രെയിനാണ്. പാലക്കാട് ജംഗ്ഷൻ പൊള്ളാച്ചി മെമു. ഇതിപ്പോൾ 9:10 ഇവിടെ എത്തിയതാണ്. നാളെ രാവിലെ 5:15 തിരിച്ച് പാലക്കാടേക്ക് പോവുക. അപ്പോൾ ഇതാ പൊള്ളാച്ചിന്ന് ട്രെയിൻ എടുത്തു. ഇനി അടുത്തത് പാലക്കാട് ജംഗ്ഷൻ. കൊല്ലങ്കോട് ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. ഒരുപാട് പേര് പറഞ്ഞതാണ് കൊല്ലങ്കോട് ഈ ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കുകയാണ്. ഭാവിയിൽ എന്തായാലും അവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നത് അത്രയും നല്ലതാണ്. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടേനെ. നമ്മളങ്ങനെ പാലക്കാടേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ലോക്കോ റിവേഴ്സിലുണ്ട്. ഈ ലൈൻ വഴിയാണ് ഇനി പോകാനുള്ളത്. ഒറ്റപ്പാലം ഷൊർണൂർ. 10:20 ട്രെയിൻ ഇതാ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 11:10 മാത്രമേ എടുക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോക്കോ റിവേഴ്സിലുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കുറച്ച് സമയം കൂടുതലായിട്ടുള്ളത്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിന് ഷൊർണൂരാണ്. അത് കഴിഞ്ഞ് തിരൂര്, കോഴിക്കോട്, കണ്ണൂർ അങ്ങനെയൊക്കെയാണ്. ഇനി ഇന്ന് രാത്രി കിടന്നുറങ്ങാണ്. ഇനി നാളെ വെളുപ്പിന് കാസർഗോഡൊക്കെ എത്താനാകുമ്പോൾ നമുക്ക് ഉറങ്ങിയിരുന്നേക്കാം. അപ്പം ഇന്നത്തെ കാഴ്ച ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്. രാമേശ്വരത്ത് നിന്നും 707 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ ഇതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 4:52 ഇപ്പോൾ. ഞങ്ങൾ മംഗളൂരു സെൻട്രലിലേക്ക് പോകുന്നില്ല, ഇവിടെയാണ് ഇറങ്ങുന്നത്. ഇവിടുന്ന് ഈ ട്രെയിനിൽ കയറാൻ ആൾക്കാരേ ഇല്ല എന്ന് പറയാം. ഈ സമയത്തൊന്നും ഇവിടെ തിരക്കേ ഇല്ല. ഇതിൻ്റെ മുന്നിലൂടെ വെസ്റ്റ് കോസ്റ്റ് പോയതല്ലേ ഉള്ളൂ. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തു. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് മംഗളൂരു സെൻട്രൽ. എന്തായാലും ഒരു 5:45 ആകുമ്പോൾ ഇത് അവിടെ എത്തും. 1 മണിക്കൂർ വേണ്ട ശരിക്കും. ശരിക്കും ഇതൊരു നല്ല സർവീസാണ് കേട്ടോ. ഒരു ലാഗ് എവിടെയില്ല, അതാണ്. പക്ഷെ എല്ലാം ഒരു ജില്ലാടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പുകൾ ഇപ്പം നിലവിലുള്ളത്. ഭാവിയിൽ ഒരുപാട് സ്റ്റോപ്പുകളും വന്നേക്കാം. മംഗളൂരുവിൽ പോയി ഇറങ്ങാതെ കാസർഗോഡിൽ വന്ന് ഇറങ്ങാൻ മറ്റൊരു കാരണമുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പുതുതായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയില്ല. കാസർഗോഡ് എന്നൊക്കെ എഴുതിയത് കാണാം. അടിമുടിയാണിപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മാറിയത്. അവിടെ AC വെയിറ്റിംഗ് ഹാളൊക്കെയാണ്. പിന്നെ ഈ ഭാഗമില്ലേ, ഇത് ഓട്ടോ സ്റ്റാൻഡാണ്. അതിനുള്ള ഒരു ക്യൂവിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെയാണ്. പിന്നെ പാർക്കിംഗ് ഒക്കെ ആ ഭാഗത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 വികസനമാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് വന്നത്. ശരിക്കും പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ കാസർഗോഡിൻ്റെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗം മാറി. ശരിക്കും നല്ല വൃത്തി എല്ലാം കൊണ്ട് ഇപ്പോൾ അടിപൊളിയായി. ഇനി ഞങ്ങൾ നേരെ ട്രെയിൻ കയറി നീലേശ്വരത്തേക്ക് പോവുകയാണ്. ഈ പുറത്ത് വന്ന സമയത്താണ് ലോകമാന്യത്തിലേക്ക് തിരുവനന്തപുരം നേത്രാവതി വന്നത്. അപ്പോൾ അതിനെന്തായാലും കിട്ടൂല. അതിന് തൊട്ട് പുറകിൽ തന്നെ പരശുറാമുണ്ട്. അതിലെന്തായാലും ഒരു അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് നേരെ പോവാം. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയേ. എനിക്ക് ഇവിടുത്തെ കുറച്ച് സൗകര്യങ്ങൾ പറയാം. ഇവിടെ ഇരിക്കാനുള്ള നല്ല ബെഞ്ച് സൗകര്യങ്ങളൊക്കെ അത് തന്നെ ഉണ്ട്.
പിന്നെ വെയിറ്റിംഗ് റൂം ഈ ഭാഗത്തേക്കാണ്. പിന്നെ ഇവിടെ ഒരു മസാജ് ചെയ്യേണ്ട ചെറിയൊരു ഭാഗമുണ്ട്. പിന്നെ ഇവിടെ നിലവിലിപ്പോൾ റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂം ഉണ്ട്, അതിവിടെയാണ്. ഇത് വെയിറ്റിംഗ് റൂം. ക്ലോക്ക് റൂമും ഇവിടെ തന്നെയാണ്. റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പ്രീപെയ്ഡ് വെയിറ്റിംഗ് ഹാളിലത്തെ കുറച്ച് സൗകര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ നേരത്തേക്ക് 30 രൂപയാണ്. 5:43 പരശുറാം ഇതാ കടന്നു വരികയാണ്. ഇന്ന് 16-ാം തീയതിയാണ്. ഇന്ന് മുതൽ മഞ്ചേശ്വരത്ത് ഈ ട്രെയിന് സ്റ്റോപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ അൺറിസേർഡിലാണ് കയറുന്നത്. ഇവിടെയൊക്കെ അൺറിസേർഡ് തന്നെയാണ്. ഇപ്പം മംഗളൂരിൽ നിന്ന് വിടുന്നതുകൊണ്ട് വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. നീലേശ്വരത്തേക്ക് ഒരാൾക്ക് അൺറിസേർഡിൽ വന്ന ടിക്കറ്റ് ചാർജ് 35 രൂപയാണ്. 6:12 ട്രെയിൻ ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. നമ്മളേറ്റവും പുറകിലാണല്ലോ കയറിയത്. ഈ വണ്ടിയിൽ ബോർഡിൽ മലയാളം ഇല്ല. ഏറ്റവും കൂടുതൽ ഓടുന്നത് കേരളം വഴിയാണ്. തമിഴുണ്ട്. കന്യാകുമാരിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് അവർ തമിഴ് എഴുതുന്നത്, എന്നാലും മലയാളം എഴുതൂല. ഇന്ന് രാത്രി മാത്രമേ അവിടെ എത്തുള്ളൂ. 6:25 ചെറുവത്തൂർ മംഗളൂരു സെൻട്രൽ പാസഞ്ചറാണ് ഈ പോകുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കയറാൻ. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. നമുക്കെന്തായാലും ഇപ്പോഴേ ബസ്സൊന്നുമില്ല, ഇനി അവിടെ പോയി ഇരിക്കാം കുറച്ച് നേരം. നീലേശ്വരത്ത് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പണികളൊക്കെ നടക്കുകയായിരുന്നു. ഒരാഴ്ച ഇപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇന്ന് എങ്ങനെയാണെന്നൊക്കെ നോക്കണം. ഇവിടെയാണ് പുതിയ ബസ് സ്റ്റാൻഡ്. പഴയ ബസ് സ്റ്റാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ബസ്സുകൾക്ക് നിർത്താനുള്ള ഒരു സൗകര്യം കുറച്ച് കുറവാണ്. എന്നാലും ഇതാ അടിപൊളി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് പരപ്പ എന്നൊരു സ്ഥലത്തേക്ക് വന്ന ബസ്സാണ്. നമുക്ക് പോകാനുള്ള ബസ് ഇതൊന്നും അല്ല. ഇവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. 6:35 ഈ ബസ് ഇവിടെ നിന്ന് എടുത്തത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഇതിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല എന്ന്. ഇവിടുത്തെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ നമുക്ക് വന്നിരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത ബസ് വരുന്നത് കാണാം. നമ്മുടെ ബസ് എന്തായാലും ഇപ്പോഴേ ഇല്ല കേട്ടോ. ഒരു 40 മിനിറ്റ് കഴിയും. കാസർഗോഡ് നല്ല രസമാണ് കേട്ടോ ബസ്സൊക്കെ വന്ന് നിർത്തുന്നത് ഇങ്ങനെ കാണാൻ. പിന്നെ രാവിലെ തന്നെ ഇവിടെ 4 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ബസ്സുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നിതാ സൂര്യോദയം കാണുകയാണ്. നല്ല രസമാണ്. സൂര്യനും KSRTC ഒരേ ഫ്രെയിമിൽ. അത് കാലിച്ചാമര എന്നൊരു ഭാഗത്തേക്ക് പോകുന്ന KSRTC ആണ്. 7:30 നമുക്ക് പോകാനുള്ള ബസ് ഇതാ വരികയാണ്. ഏഴ് 35 നീലേശ്വരം ബസ് സ്റ്റാൻഡിൽ ഇതാ നമ്മുടെ വണ്ടി എടുത്തു. കയ്യൂർ ചെറുവത്തൂർ. ഇനി 1 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ രാവിലെ നടന്നു വന്ന വഴികളാണ് ഇതൊക്കെ. റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരെ ഈ പാലത്തിൻ്റെ താഴെയിലൂടെയാണ് പോകാനുള്ളത്. ബസ്സിൻ്റെ അകത്ത് വലിയ തിരക്കൊന്നും തന്നെ ഇല്ല. അങ്ങനെ നീലേശ്വരത്ത് നിന്നൊക്കെ യാത്ര ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തിയേ രാമേശ്വരത്ത് നിന്ന് വളരെ വേഗത്തിൽ തന്നെ കേരളത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണിത്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മംഗളൂരു വരെ തന്നെയാണ്. രാവിലെ ഉറങ്ങിയെഴുന്നേക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ കാസർഗോഡ് ഇറങ്ങിയേക്കാന്ന് കരുതി. കാരണം
മംഗളൂരു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്താൻ ഒരുപാട് ലേറ്റ് ആകും. അതുപോലെ തന്നെ ഇന്ന് തിങ്കളാഴ്ച രാവിലെ മംഗളൂരിൽ ഈ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഇനി ശനിയാഴ്ച മാത്രമേ ഈ വണ്ടി തിരിച്ച് രാമേശ്വരത്തേക്കുള്ളൂ. അതായത് ഇത്രയും ദിവസം ഈ വണ്ടി മംഗളൂരിൽ തന്നെ കിടക്കുക. കാരണം വെച്ചാൽ ഈ ട്രെയിന് മറ്റു ട്രെയിനായിട്ട് റേക്ക് ഷെയറിംഗ് ഒന്നുമില്ല. പറഞ്ഞു വന്നത് ഇപ്പൊ ട്രെയിനിൽ തിരക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ, അപ്കമിങ് വീക്കിലൊക്കെ ചിലപ്പോൾ തിരക്കൊക്കെ വന്നേക്കാം. ആ സമയങ്ങളിൽ തിരക്ക് പരിഗണിച്ചായിരിക്കും മിക്കവാറും ഈ വണ്ടി ട്രൈ വീക്കിലോ അല്ലെങ്കിൽ ഡെയിലിയൊക്കെ ആക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. അല്ലാത്ത പക്ഷം വെറുതെ മംഗളൂരിൽ വണ്ടി കിടക്കുന്നതിന് പകരം വേണമെങ്കിൽ റേക്ക് ഷെയറിംഗ് ആയിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഒരു നൈറ്റ് വണ്ടി ഇടുവാണെങ്കിൽ വളരെയധികം ഹെൽപ്പ് ആകും. എത്ര ആൾക്കാർക്ക് ഉപകാരപ്പെട്ടല്ലേ. അതെ അതെ. ഇപ്പൊ എന്താ പറയാ, ഈ ഒരു രാമേശ്വരം ആ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ.